അതുകൊണ്ട് ഓൺലൈനൊന്നും പാടില്ലാത്ത സംഗതിയൊന്നുമല്ല. നമുക്കത് ഉപയോഗപ്പെടുത്താമല്ലോ, നമുക്ക് നല്ല കാര്യത്തിനൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷേ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതിനേ പറ്റുള്ളൂ. എല്ലാറ്റിനും ഉപയോഗപ്പെടുത്താം. കത്തി കൊണ്ട് നമുക്ക് കോയിനെ ഇറക്കാം, മനുഷ്യനെ ഇറക്കാൻ പാടില്ല. അതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടതിന് മാത്രമേ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും പല പള്ളിയിലും 100 ആൾ മാത്രമേ ജുമഅക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ 40 ആളെ പറ്റുള്ളൂ, കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ പിന്നെ ഓൺലൈനിലൊരു ജുമഅ നടത്തിയാൽ എന്താ? ഖതീബ് പുരേന്ന് തന്നെ ഖുത്ബ ഓതുക, പിന്നെ മാസർ വിളിക്കുന്ന ആൾ അയാളെ പുരേന്ന് മാസറേയും വിളിക്കുക, അതിൻ്റെ ഖതീബ് പുരേന്നൊരു ഖുത്ബ ഓതി അയാൾ ആടുന്ന് നിസ്കരിക്കുക. എല്ലാവരും കേൾക്കൂലേ, വേണേൽ കാണുകയും ചെയ്യൂലേ. അപ്പോൾ എന്താ അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരു ജുമഅ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ ലോകമൊട്ടാകെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജുമഅ നിന്നിട്ടുണ്ട് ഈ കാരണത്താൽ. അന്ന് നിന്നിടത്തിലൊന്നും ഓൺലൈനിലാരും ജുമഅ നടത്തിയില്ല. കാരണം ജുമഅക്ക് അതിൻ്റേതായ ഷർത്തും ഫർളുമൊക്കെ ഉണ്ട്. അതുപോലെ ഓൺലൈനിൽ നമുക്ക് വയത് പറയാം. അതുപോലെ അനുസ്മരണ പരിപാടി നടത്താം. ഓൺലൈനിൽ നിക്കാഹ് നടത്താൻ പറ്റില്ല. നടക്കുന്ന നിക്കാഹ് ഓൺലൈനിൽ കാണിക്കുന്നതിനില്ല, അത് വേറെ ഒന്നാണ്. ശരിയായ നിക്കാഹ് ഒരു സ്ഥലത്ത് നടത്തുമ്പോൾ അത് പിടിച്ചിട്ട് ഓൺലൈനിൽ കാണിക്കുന്നതിന് അതിന് കുഴപ്പമൊന്നുമില്ല. ഏതുപോലെ വെച്ചാൽ ഹജ്ജ് ഓൺലൈനിൽ നടത്താൻ കഴിയില്ല. അങ്ങനെയാണ് എത്ര ലക്ഷങ്ങളിൽ കൊല്ലം ഹജ്ജ് ചെയ്യുന്നു, ഓൺലൈനിൽ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ഓൺലൈനിൽ നമ്മൾ കഅബ കാണും, അത് കഅബയല്ല, കഅബത്തിൻ്റെ ചിത്രമാണ്. അതുപോലെ ഓൺലൈനിൽ ചിലപ്പോൾ വധുവിന് വരനെയും വലിയനും ഒക്കെ കാണും, അയാളെ ചിത്രമാണ് കാണുന്നത്, അയാളല്ല. അതുകൊണ്ട് തന്നെ അത്ര ഇട്ട് കൊടുക്കാനും കഴിയില്ല, വാച്ച് കെട്ടി കൊടുക്കാനും ആവില്ല. വരണൊരു വാച്ച് കെട്ടി കൊടുക്കാൻ വെച്ചാൽ ഓൺലൈനിൽ കഴിയൂല, കാരണം അത് വരണല്ല, ഓരോ ഫോട്ടോ. അപ്പോൾ അതുപോലെ കഅബ ഷരീഫിൻ്റെ ഫോട്ടോ കാണും ഓൺലൈനിലും ചാനലിലൊക്കെ. അത് പോയിട്ട് തവാഫ് ചെയ്താൽ തവാഫൊന്നാവില്ല. അപ്പോൾ ഒറിജിനൽ വസ്തുക്കളൊന്ന് വേറെയാണ്, ഫോട്ടോ വേറെ ഒന്നാണ്. അത് തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് പുത്തൻവാദികൾ എന്നറിയാം. അവർക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ആളോ അവർക്കുള്ള തരാറ്, എല്ലാം കൺഫ്യൂഷനാക്കുക എന്നുള്ളതാണ്. യക്കൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൺഫ്യൂഷനാക്കുന്ന ആളുകൾ, കബളിപ്പിക്കുന്ന ആളുകൾ, ധാരാളം കളവ് പറയുന്നവർ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ പറഞ്ഞയച്ച് വക്കാലത്താക്കി പറഞ്ഞയച്ചിട്ട്, പ്രതിനിധീനെ പറഞ്ഞയച്ചിട്ട് നിക്കാഹ് സ്വീകരിച്ചതാണ്. അത് നബി തങ്ങൾ പോകാണ്ട് ഓൺലൈനിലാണ് എന്നാണ് ഒരാൾ മനസ്സിലാക്കിയത്. അത് ഓൺലൈനിലൊന്നും അല്ലത്. മാത്രമല്ല നിക്കാഹിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖുസൂസിയത്തുണ്ട്. നബി തങ്ങൾ ചെയ്ത് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരേ സമയത്ത് 9 വിവാഹം കഴിക്കാനൊക്കെ പറ്റണ്ടേ? അത് പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങൾ മുഴുവനും ഇബാദത്തായിരുന്നു എന്നാണ്. അതെന്തിനാണ്? അതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് 9 വിവാഹം ഒരേ സമയത്ത് കൂടുതൽ വിവാഹം കഴിച്ചൊക്കെ ഒരു ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ കൽപ്പിക്കാനും കാരണമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ദീന് ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ ആവശ്യമുണ്ട്. അത് എത്തിച്ചു കൊടുക്കുമ്പോൾ രഹസ്യ ജീവിതങ്ങളിലും എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ സമൂഹത്തിന് കിട്ടണം. അത് കിട്ടാൻ നബി തങ്ങളുടെ കൂടെ തന്നെ നിന്ന് പഠിച്ച ഒരുപാട് ആളുകൾ വേണം. അങ്ങനെ പഠിച്ച ആളുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു തന്നെ. കാരണം ഒരാൾ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റൊരാൾ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ഉമ്മു സലമ ബീവിൻ്റെ അടുത്ത് കിട്ടാത്തൊരു സംഗതി ആയിഷയുടെ അടുത്ത് കിട്ടും, ആയിഷയുടെ അടുത്ത് കിട്ടാത്തൊരു സംഗതി സൈനബ ബീവിൻ്റെ അടുത്ത് കിട്ടും, ഹഫ്സ ബീവിൻ്റെ അടുത്ത് കിട്ടും. അങ്ങനെ എല്ലാവരിൽ നിന്നും ദീനിൻ്റെ ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ജീവിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകണം എന്ന നിലക്ക് അള്ളാഹു നിർബന്ധമാക്കിയത് കൊണ്ട് ചെയ്ത കാര്യം. അതുകൊണ്ടാണ് എല്ലാവർക്കും തായ്ക്കനിക്ക് നിക്കാഹ് ആവശ്യമുള്ള എല്ലാവർക്കും നിക്കാഹ് ഇബാദത്താണ്. നിക്കാഹ് കേവലം ഒരു ഇടപാടല്ല. അതുകൊണ്ടാണ് ലാ നദീറ ലഹു എന്ന് പറഞ്ഞ് അതിൻ്റെ തുല്യതയില്ലാത്തൊരിടപാടാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ. എന്നാൽ പിന്നെ അതോടുകൂടെ തന്നെ ഇബാദത്തും കൂടിയാണ്. നിക്കാഹിന് ആവശ്യമുള്ള ആൾ, ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആൾ, അവർക്ക് നിക്കാഹ് ചെയ്യേണ്ടൊരു ഇബാദത്താണ്. ഇബാദത്ത് എന്നതിന് പറയാവോ പറഞ്ഞുകൂടെ, ഇസ്തിലാഹി പറയുമോ പറയില്ലേ എന്നൊരു ചർച്ച ഉണ്ട്. എന്നാൽ അവിടെ ഇബ്നു ഹജർ തങ്ങൾ നബി സല്ലല്ലാഹു നിങ്ങളുടെ നിക്കാഹിന് അതൊന്നും ബാധകമല്ല, നബി തങ്ങളുടെ നിക്കാഹ് മുഴുവനും ഇബാദത്താണ് എന്ന്. കാരണം അള്ളാഹു തആല പ്രത്യേകം കൽപ്പിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാത്തവരുണ്ട്. അവർ അങ്ങനെ ഉണ്ടല്ലോ, കഅബത്തിൻ്റെ അടുത്ത് 15 സ്ഥലത്ത് ദുആ ഇജാബത്തുണ്ട്. അത് ഈ ചാനലിൽ കാണുന്നതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ദ്വാരുന്നാൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ കഅബ കണ്ടിട്ട് അവിടുന്ന് ദ്വാരുന്ന ഇജാബത്ത് കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം.